അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മുഅറബ്, എന്താണ് മബ്നി, പിന്നെ ഇസ്മുകളിൽ മുഅറബ് ആര്, മബ്നി ആര്, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ മബ്നിയായ ഇസ്മുകൾ എന്തുകൊണ്ടാണ് മബ്നി എന്ന് വിധിക്കപ്പെട്ടത്. അവിടെ നമ്മൾ പറഞ്ഞു ലിശബഹി മീനൽ ഹുറൂഫി മുദ്നി, ഹർഫുകളോടുള്ള സാദൃശ്യം അത് കാരണത്താലാണ് എന്ന് പറഞ്ഞു. ഹർഫുകളോട് അടുത്ത സാദൃശ്യമുള്ളത് കാരണത്താലാണ് ചില ഇസ്മുകൾ മബ്നി എന്ന് വിധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഹർഫുകളോട് സാദൃശ്യം? അത് പല നിലക്കാണ്. ചില ഇസ്മുകൾക്ക്, ചില നാമങ്ങൾക്ക് ഹർഫുകളോട് പല നിലക്കാണ് സാദൃശ്യം. ഇവിടെ ഗ്രന്ഥകാരൻ അതിൽ രണ്ട് സാദൃശ്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, കശബഹിൽ വദ്ഇ ഫി ഇസ്മൈ ജിതന വൽ മഅനവി ഫി മതാ വ ഫി ഹുന. ഒന്ന് വദ്ഇയായ ശബഹ്, മറ്റൊന്ന് മാനവിയായ ശബഹ്. കശബഹിൽ വദ്ഇ, വദ്ഇയായ സാദൃശ്യം പോലെ. ഫിസ്മൈ ജിതന, ജിതന എന്നതിലുള്ള രണ്ട് ഇസ്മുകളിൽ ഉള്ള വദ്ഇയായ സാദൃശ്യം. വദ്അ എന്ന് പറഞ്ഞാൽ വെച്ചു എന്നാണ്. ഇപ്പോൾ ഇവിടെ ജിതന എന്നതിൽ രണ്ട് ഇസ്മുണ്ട്. ആ ഇസ്മിലുള്ള വദ്ഇയായ സാദൃശ്യം പോലെ എന്നാണ്. അപ്പോൾ നമ്മൾ ജിതനയിലെ രണ്ട് ഇസ്മുകളെ നോക്കാം. ജിത, നീ വന്നു. ന, നമ്മുടെ അടുക്കൽ, അതാണ് ജിതന. ഇവിടെ രണ്ട് ഇസ്മ ഏതാണ്? ഒന്ന് ജിത എന്ന ഇസ്മാണ്, മറ്റൊന്ന് ന എന്നുള്ള ഇസ്മാണ്. അപ്പോൾ ജിതനയിലെ രണ്ട് ഇസ്മുകളിൽ വദ്ഇയായ ശബഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ത എന്നുള്ളത് ഇസ്മാണ്, ന എന്നുള്ളതും ഇസ്മാണ്. പക്ഷെ അതിൻ്റെ ആ ഘടന നോക്കൂ നിങ്ങൾ. ഇപ്പം നമ്മൾ ഹർഫുകൾ ബ, അതേപോലെ ത, ഫ, ഇതുകൊണ്ടല്ലേ ഓരോ അക്ഷരങ്ങളാണ്, ഓരോ ഹർഫുകളാണ്. ഇപ്പോൾ ഈ ബ എന്നുള്ള ഹർഫ് വെക്കപ്പെട്ടത് ഈ രീതിയിലാണ്. ഒരു ഹർഫാണ് ത, ഫ. ഈ ഹർഫുകൾ ഉണ്ടാവും, ഓരോ ഹർഫുകളാണ്. അതേപോലെയാണ് ത എന്നുള്ളതും. പക്ഷേ ത എന്നുള്ളത് ഇസ്മാണ്, ഇതൊക്കെ ഹർഫാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വദ്ഇ, ഈ ഹർഫുകളോട് സാദൃശ്യം ഉണ്ടായിരിക്കും ഈ താക്ക്. അതുകൊണ്ട് തന്നെ ഈ ത മബ്നിയാണ്. കാരണം ഹർഫുകളോട് വദ്ഇയായ സാദൃശ്യം ഇതിനുണ്ട് എന്നതിനാൽ. പിന്നെ ഇവിടെ ജിതന എന്നുള്ളതിൽ ഇത് ഫായിലാണ്, നീ വന്നു. അപ്പോൾ നീ എന്നുള്ള ഈ ഇസ്മ് ഹർഫിനോട് വദ്ഇൽ സാദൃശ്യമുള്ളതിനാൽ അത് മബ്നിയാണ്. ഇനി ഇവിടെ ന എന്നുള്ളത് നോക്കൂ. ന എന്നുള്ളത് രണ്ടക്ഷരമാണ്. രണ്ടക്ഷരമാണ്, നൂനും അലിഫും. ഈ രണ്ടക്ഷരവും ഹർഫിനോട് സാദൃശ്യമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ പിന്നെ ഹുറൂഫുൽ ജർ എഴുതിയപ്പോൾ ഫീ, ഇല, ഇലല്ല വരാം, ഫീ, അൻ, മിൻ, ഇതൊക്കെ ഹുറൂഫുൽ ജറാണ്. മിൻ രണ്ടക്ഷരാണ്, അൻ രണ്ടക്ഷരാണ്, ഫി രണ്ടക്ഷരാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ന എന്നുള്ളത് ഇസ്മാണ്. ആ ഇസ്മ് ഹർഫിനോട് സാദൃശ്യമുണ്ട്. എങ്ങനെ? വദ്ഇയായ സാദൃശ്യം. അപ്പോൾ ഇത് രണ്ടക്ഷരാണ്, ഇതിൻ്റെ വദ്ഇൽ. ഇവിടെ രണ്ടക്ഷരാണ്, ഇത് രണ്ടക്ഷരാണ്. അത് കൂടിയിട്ടുള്ള ഹർഫുകളാണ് ഹുറൂഫുൽ മആനി. ഈ ഹുറൂഫുൽ മആനിയോട് ഈ ന എന്നതിന് സാദൃശ്യമുണ്ട്, കാരണം ഇത് രണ്ടക്ഷരാണ്. അപ്പോൾ
ജിഇതന എന്നുള്ളതിൽ രണ്ട് ഇസ്മ്, ഈ രണ്ട് ഇസ്മും മബിനിയാണ്. എന്തുകൊണ്ട് മബിനിയാണെന്ന് അത് വിധിക്കപ്പെട്ടു? അതിന് ഹർഫുകളോട് സാദൃശ്യമാണ്. എങ്ങനെയുള്ള സാദൃശ്യം? വദഈയായ സാദൃശ്യം. ഹർഫുകൾ വെക്കപ്പെട്ടത് ഒന്നുകിൽ ഒരക്ഷരമായിട്ടാണ് അല്ലെങ്കിൽ രണ്ടക്ഷരമായിട്ടാണ്. അങ്ങനെ വെക്കപ്പെട്ട ഹർഫുകളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഇവിടെ ഒരക്ഷരമാണ് ഈ ഇസ്മ്, ഇവിടെ രണ്ടക്ഷരമാണ് ഈ ഇസ്മ്. അതുകൊണ്ട് തന്നെ ഈ സാദൃശ്യമുള്ളത് കാരണത്താൽ ഇത്തരം ഇസ്മുകളെ മബ്നി എന്ന് വിധിക്കപ്പെടും. മബ്നി എന്ന് വിധിക്കപ്പെടും. അപ്പോൾ കശ്ശബഹിൽ വദഈ, വദഈയായ സാദൃശ്യം പോലെ ഹർഫുകളോട് അടുത്ത് സാദൃശ്യമുള്ള ഇസ്മുകൾ അത് മബ്നിയാണെന്ന് വിധിക്കപ്പെടും. ഫിസ്മൈ ജിഇതന, ജിഇതന എന്നുള്ളതിലെ രണ്ട് ഇസ്മുകളിൽ കാണപ്പെട്ട വദഈയായ സാദൃശ്യം, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എങ്ങനെയാണ് ആ സാദൃശ്യം വന്നത് എന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. തായും നായും ഒരു ഉദാഹരണം മാത്രമാണ്. ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശം ദമാഇറുകളാണ്. ദമാഇർ സർവനാമങ്ങൾ നമുക്കറിയാം. ദമാഇർ അതൊരു വലിയ അധ്യായമാണ്. ദമാഇർ ഒരു വലിയ അധ്യായമാണ്. സർവനാമങ്ങൾ അറബിയിൽ ദമാഇർ വലിയൊരു അധ്യായമാണ്. ഇവിടെ നോക്കിയേ, ജിഇത എന്നതിൽ ഇത് ഫായിലാണ്, അത് റഫ്ഇൻ്റെ ദമീർ എന്ന് പറയും. നാ എന്നുള്ളത് മഫൂലാണ്, അതുകൊണ്ട് തന്നെ അത് നസ്ബിൻ്റെ ദമീർ എന്ന് പറയും. ഹർഫുകളോട് സാദൃശ്യമുള്ളതിനാൽ ഇത് ഇസ്മാണെങ്കിലും അത് മബ്നിയാണ്. ഈ ഹുക്കുമ തന്നെയാണ് എല്ലാ ദമീറുകൾക്കും. അപ്പോൾ കുല്ലു ദമായിർ, എല്ലാ ദമീറുകളും മബ്നിയാണ്. എന്തുകൊണ്ട്? ഘടനാപരമായി അതിന് ഹർഫുകളോട് സാദൃശ്യം ഉള്ളതിനാൽ. അപ്പോൾ നമുക്കറിയാം, പിന്നെ ദമായിറുകൾ എത്രയുണ്ട്? 70 ദമീറുകളുണ്ട്. 70 ദമീറുകളുണ്ട്. അതായത് മുൻഫസിലായ റഫ്ഇൻ്റെ ദമീറുകൾ, മുത്തസിലായ റഫ്ഇൻ്റെ ദമീറുകൾ, മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകൾ, മുത്തസിലായ നസ്ബിൻ്റെ ദമീറുകൾ, പിന്നെ ജറിൻ്റെ ദമീറുകൾ. ഇങ്ങനെ ദമീറുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, ഇതൊക്കെ ദമീറുകളാണ്. പിന്നെ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതെന്താണ്? മുൻഫസിലായ റഫിൻ്റെ ദമീറുകളാണ്. ഇനി നസ്ബിൻ്റെ ദമീറാവുമ്പോൾ ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുന്ന. ഇങ്ങനെ ഇയാക്ക, ഇയാക്കുമ, ഇയാക്കും, ഇയാക്കി, ഇയാക്കുമ, ഇയാക്കുന്ന, ഇയായ, ഇയാന. ഇത് 3, 6, 6ഉം പിന്നെ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന 12, പിന്നെ അന, നഹ്നു 14. ഇതും 14. പിന്നെ ഇത് മുത്തസിലായി വരുമ്പോൾ ഉള്ള പിന്നെ 14, മുൻഫസിലായി വരുന്ന 14. പിന്നെ ജറിൻ്റെ ദമീറുകൾ ബിഹി, ബിഹിമ, ബിഹിം, ബിഹ, ബിഹിമ, ബിഹിന്ന, ബിക, ബികുമ, ബികും, ബിക്കി, ബികുമ, ബികുന്ന, ബിയ, ബിന. ഇതാണ് ചെറിയ ദമീറുകൾ. ഇങ്ങനെ ദമീറുകൾ 70 ഉണ്ട്. എല്ലാ ദമീറുകളും എന്താണ്? ഹർഫിനോട് വദഈയായി സാദൃശ്യമുള്ളത് കാരണത്താൽ മബ്നിയാണ്. അതാണ് ഇവിടെ നമ്മളുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. ക്ലാസ് ദമീറുകളൊക്കെ പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഇസ്മിൽ മബ്നിയുണ്ട്. അത് ലിശബഹിൻ മിനൽ ഹുറൂഫി മുദ്നി, ഹർഫുകളോട് അടുത്ത് സാദൃശ്യമുള്ളതിനാലാണ് ചില ഇസ്മുകൾ മബ്നി. എങ്ങനെ? ഏതുപോലെ? അത് കശ്ശബഹിൽ വദഈ ഫിസ്മൈ ജിഇതന, ജിഇതന എന്നതിൽ താന എന്നീ 2 ഇസ്മുകളിൽ വദഈയായ സാദൃശ്യം
അവക്ക് ഹറഫുകളോടുണ്ട്, അതുപോലുള്ള സാദൃശ്യം ഉള്ള ഇസ്മുകളൊക്കെ മബ്നിയാണ്. അതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇനി വൽ മഅനവി ഫി മത വ ഫി ഹുന. വൽ മഅനവി എന്ന് പറഞ്ഞെങ്കിൽ വകശബഹിൽ മാനവി, മാനവിയായ ശബഹ് പോലെ എന്നാണ്. മാനവിയായ ശബഹ് പോലെ. മാനവി എന്ന് പറഞ്ഞെങ്കിൽ ആശയത്തിൽ അർത്ഥത്തിലുള്ള ശബഹ്. ഇവിടെ വദഈയായ ശബഹാണ്. നമ്മൾ പറഞ്ഞു ത എന്നുള്ളതിലുള്ള ശബഹ്. മറ്റ് ഹർഫുകൾ പോലെ ഒരു ഇസ്മു ഒരു ഹർഫിൽ വരിക, അത് വദഈയായ ശബഹാണ്. അതേപോലെ മറ്റു ഹർഫുകളെ പോലെ ഫി, അൻ, മിൻ എന്നുപോലെ രണ്ട് ഹർഫുകൾ, അതാണ് ഹർഫുകളുടെ പ്രത്യേകത. ഒരു ഇസ്മ് രണ്ട് ഹർഫിൽ, ഈ ഹർഫുകളോട് ഒരു ഇസ്മ് രണ്ട് ഹർഫിൽ ഘടിച്ച് ഈ ഹർഫുകളോട് സാദൃശ്യപ്പെടുക, അതാണ് വദഈയായ ശബഹ്. എന്നാൽ ഇവിടെ മാനവിയായ ശബഹും ഇസ്മുകൾക്കുണ്ടെങ്കിൽ, മാനവിയായ ശബഹ് ഹറഫിനോട് ഇസ്മുകൾക്കുണ്ടെങ്കിൽ അത്തരം ഇസ്മുകൾ എന്താണ്? അതും മബ്നിയാണ്. വൽ മാനവി, മാനവിയായ ശബഹ് പോലെ ഹറഫിനോട് അടുത്ത ശബഹിനാൽ സാദൃശ്യത്താൽ അത്തരം ഇസ്മുകൾ മബ്നിയാണെന്ന് പറയപ്പെടും. ഈ മാനവിയായ ശബഹ് എന്ന് പറഞ്ഞാൽ ഫി മത വ ഫി ഹുന, മത്തയിലും ഹുനയിലും ഉള്ള എന്നാണ്. അപ്പോൾ മത എന്നതിൽ ഹുന എന്നതിൽ ഒക്കെ ഉള്ള മാനവിയായ സാദൃശ്യം. എന്താ മത്തയുടെ വിഷയം? മത്ത എന്ന് പറഞ്ഞാൽ അത് ഇസ്മാണ്. ഇസ്മ മത്ത. ഇപ്പോൾ നമ്മൾ പറയും മത്താ തദ്ഹബ്, മത്താ തദ്ഹബു, നീ എപ്പോൾ പോകും? മത്താ തദ്ഹബു അല്ലേ, നീ എപ്പോൾ പോകും? അത് ഇസ്തിഫാമാണ്, എപ്പോൾ നീ പോകും. അതേപോലെ മത്ത എന്നുള്ളത് ഷർത്തായിട്ട് വരും. അതിന് ഉദാഹരിച്ചാൽ മത്ത തദ്ഹബ് അദ്ഹബ്, മത്ത തദ്ഹബ് അദ്ഹബ്. മത്ത തദ്ഹബ്, നീ എപ്പോൾ പോകുന്നുവോ അദ്ഹബ്, അപ്പോൾ ഞാനും പോകും. അപ്പോൾ മത്ത തദ്ഹബ്, നീ എപ്പോൾ പോകുന്നുവോ ഷർത്താണ്. അദ്ഹബ്, അപ്പോൾ ഞാൻ പോകും. അതാണ് നിൻ്റെ പോക്കാണ് എൻ്റെ പോക്കിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ അത് ഷർത്താണ് അവിടെ. അപ്പോൾ ഈ മത്തയെ ഷർത്തിൻ്റെ മത്ത എന്ന് പറയും, മത്ത ഷർത്തിയ എന്ന് പറയും. ഇതിനെ മത്ത അൽ ഇസ്തിഫാമിയ എന്ന് പറയും. മത്ത അൽ ഇസ്തിഫാമിയ എന്നാണ്. മത്ത തദ്ഹബ്, നീ എപ്പോൾ പോകും? ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ മത്ത വന്നത്. ഇത് ഷർത്തിനെ ദ്യോതിപ്പിക്കാനാണ്. നീ എപ്പോൾ പോകുന്നുവോ അപ്പോൾ ഞാൻ പോകും എന്ന അർത്ഥം അതുകൊണ്ടാണ് അതിന് നൽകിയത്. ഇവിടെ വിഷയം ഈ മത്ത, അതേപോലെ ഇവിടെ ഈ മത്തയും ഇതിന് ആശയതലത്തിൽ ഹറഫിനോടാണ് സാദൃശ്യം. ആശയത്തിൽ ഇവിടെ മത്ത എന്നുള്ളത് മീമ് ത പിന്നെ അലിഫ്, മീമ് ത അലിഫ് 3 അക്ഷരമുണ്ട് അതല്ലേ. അതുകൊണ്ട് തന്നെ വദഈയായ സാദൃശ്യമല്ല. വദഈയായ സാദൃശ്യത്തിന് ഒരക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരം. പക്ഷെ ഇവിടെ 3 അക്ഷരമുണ്ട് മത്ത എന്നുള്ളതിന്. അതുകൊണ്ട് ലഫ്ദിയായ ഈ വദഈയായ സാദൃശ്യമല്ല. പിന്നെയോ മാനവി ആശയത്തിലാണ് ഇതിനെ ഹറഫിനോട് സാദൃശ്യം. മനസ്സിലായി? മത്ത എപ്പോൾ, മത്ത എപ്പോൾ കണ്ടാ, ആശയം നോക്കുമ്പോൾ ഒരു ഹർഫിനോടാണ് സാദൃശ്യം. ഇപ്പോൾ ഈ ആ എന്ന് പ്രയോഗിക്കും, ഇസ്തിഫാമിന് വേണ്ടിയിട്ട് ആ പ്രയോഗിക്കും. ആ തദ്ഹബു, നീ പോകുമോ ഉണ്ടോ, ഈ ആ ഹർഫാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഷർത്തിന് സാദൃശ്യം ഇന്നിനോടാണ്. ഇൻ തദ്ഹബ് അദ്ഹബ്, ഇൻ തദ്ഹബ് നീ പോകുന്നുവെങ്കിൽ അദ്ഹബ് ഞാൻ പോകുമെന്നാണ്. അപ്പോൾ ഇൻ എന്നുള്ളത് ഹർഫാണ്. ഈ മത്ത എന്നുള്ളത് ഇസ്മാണെങ്കിലും ആശയത്തിൽ ഈ മത്താൽ ഇസ്തിഫാമിയക്ക് ആ എന്നതിനോടാണ് സാദൃശ്യം. ഇത് ഹർഫാണ്. മത്ത എന്നുള്ള ഇത് ഇസ്മാണ്, ഷർത്തിൻ്റെ ഇസ്മാണ്. പക്ഷെ അതിന് ഇൻ എന്ന ഹർഫിനോടാണ് സാദൃശ്യം ആശയത്തിൽ. അപ്പോൾ ആശയത്തിൽ ഇസ്മിനോട് സാദൃശ്യമുള്ള ഇസ്മുകൾ
അതും എന്താണ്? അത് മബിനിയാണ്. അതും മബിനിയാണ്. വദഇൽ മാത്രമല്ല, ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും മാനവിയാണ്, അല്ല അതും എന്താണ്? മബിനിയാണ്. അപ്പോൾ ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നു വൽ മാനവി, ആശയത്തിലുള്ള സാദൃശ്യം പോലെ ഹർഫിനോട് സാദൃശ്യം വന്ന ഇസ്മും മബിനിയാണ്. അതിന് ഉദാഹരണം പറയുകയാണ് ഫി മത, മതയിൽ ഉള്ള സാദൃശ്യം പോലെ, വഫി ഹുന, ഹുനയിൽ ഉള്ള സാദൃശ്യം പോലെയും. എന്താ ഈ ഹുന എന്ന് പറഞ്ഞാൽ? ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥം. ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥം. ലദയ്യ എന്ന് പറയും. ലദൈ, ലദൈ, ലദൈ എന്ന് പറയും ഇവിടെ എന്ന അർത്ഥത്തിൽ. ഈ ലദൈ എന്നുള്ളത് ഹർഫാണ്. ഇതിനോടാണ് ഹുന എന്നുള്ളതിന് സാദൃശ്യം. ഹുന എന്നുള്ളതിന് സാദൃശ്യം. ഇവിടെ അക്ഷരം 3 ഉണ്ട്, അതുകൊണ്ട് വദഇയായ സാദൃശ്യമല്ല. പിന്നെയോ ഹുന ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹർഫിനോടുള്ള സാദൃശ്യമാണ്. ആശയത്തിൽ ലത എന്നതിന് ഉള്ള അർത്ഥം എന്താണോ അതാണ് ഹുന എന്നുള്ളതും ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാദൃശ്യം ഹർഫിനോട് ആശയത്തിലാണ്. അതുകൊണ്ട് ഹുന എന്നുള്ളതും എന്താണ്? മബിനിയാണ്. ഹുന എന്നുള്ളതും മബിനിയാണ്. എന്തുകൊണ്ട് മബിനിയാണ്? ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യം ഉള്ളതുകൊണ്ട്. മത എന്നുള്ളത് മബിനിയാണ്. എന്തുകൊണ്ട്? ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യം ഉള്ളതുകൊണ്ട്. ഗ്രന്ഥകാരൻ ഇവിടെ ഈ മതയെയും ഹുനയെയും കേവലം ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ്. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്മാഉൽ ഇസ്തിഫാം ഒക്കെ, അസ്മാഉൽ ഇസ്തിഫാം എല്ലാം മബ്നിയാണ്. അതേപോലെ അസ്മാഉ ഷർത്ത് എല്ലാം മബ്നിയാണ്. അസ്മാഉ ഷർത്ത് എല്ലാം മബ്നിയാണ്. അസ്മാഉൽ ഇസ്തിഫാം മാ പോലെ, മാ ഹാദ, മാ എന്നുള്ളത് എന്താണ്? മത പോലെ ഇസ്മുൽ ഇസ്തിഫാമാണ്, ഇസ്തിഫാമിനുള്ള ഇസ്മാണ്. ഇത് മബ്നിയാണ്. എന്തുകൊണ്ട്? ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യമുള്ളത് കാരണത്താൽ. അതേപോലെ മത, പിന്നെ അസ്മാഉ ഷർത്ത് ഒക്കെ എന്താണ്? പിന്നെ മബ്നിയാണ്, ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യമുള്ളത് കാരണത്താൽ. ഇപ്പോൾ ഇവിടെ മത എന്ന് എഴുതി. ഇപ്പം മഹുമ തഖും, അക്കും, മഹുമ തഖും, നീ എത്ര നിൽക്കുന്നുവോ അക്കും, അത്ര ഞാൻ നിൽക്കും. മഹുമ തംകുസ്, നീ എത്ര താമസിക്കുന്നുവോ അംകുസ്, ഞാൻ താമസിക്കും. അവിടെ മഹുമ എന്നുള്ളത് എന്താണ്? അസ്മാഉ ഷർത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അത് മബ്നിയാണ്. എന്തുകൊണ്ട്? അതിന് ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യമുള്ളത് കാരണത്താൽ. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ ഈ മത വൽമാനവി ഫി മത എന്ന് പറയില്ല. ഈ മത ഒരു ഉദാഹരണം, കേവല ഉദാഹരണം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ എല്ലാ അസ്മാഉൽ ഇസ്തിഫാം, ഇസ്തിഫാമിൻ്റെ ഇസ്മുകളും എല്ലാ അസ്മാഉ ഷർത്തും മബ്നിയാണ്. വഫി ഹുന, ഹുന എന്നുള്ളത് നമ്മൾ പറഞ്ഞു അത് മബ്നിയാണ്, ആശയത്തിൽ ഹർഫിനോട് സാദൃശ്യമുള്ളത് കൊണ്ട്. ഹുന എന്നുള്ളത് ലദൈ എന്നതിൻ്റെ അർത്ഥമാണെങ്കിലും ഇത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറിൻ്റെ ഒരു ഉദാഹരണമാണ് ഹുന എന്നുള്ളത്. എല്ലാ ഇസ്മുൽ ഇഷാറയും, അസ്മാവുൽ ഇഷാറ മുഴുവനും എന്താണ്? മബ്നിയാണ്. അസ്മാവുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ഹാദ, ഹാദിഹി, ദാലിക, തിൽക, ഹാ ഉലായി, പിന്നെ ഹുനാക്ക് തുടങ്ങി അസ്മാവുൽ ഇഷാറ മുഴുവൻ എന്താണ്? അത് മബ്നിയാണ്. ഹാദാനി, ഹാത്താനി എന്ന് പറയുന്ന അസ്മാവുൽ ഇഷാറയിലെ 2 നാമങ്ങൾ, അതിൻ്റെ വിഷയത്തിൽ സംസാരമുണ്ട്, അത് മോറാബാണ് എന്ന നിലക്ക്. അതൊഴിച്ച് ബാക്കിയുള്ള ഇസ്മുൽ ഇഷാറകൾ മുഴുവനും അത് പിന്നെ മബ്നിയാണ് എന്നുള്ളതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഉണർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു, ഗ്രന്ഥകാരൻ പറഞ്ഞു വൽ ഇസ്മു മിൻഹു മുഅറബുൻ വ മബ്നി, ഇസ്മിൽ മുഅറബായവയുണ്ട്, മബ്നിയായവയുണ്ട്. അതെന്തുകൊണ്ട് ഇസ്മിൽ മബ്നിയായവ? ലിശബഹിം മിനൽ ഹുറൂഫി മുദ്നി
ഹർഫുകളോട് അടുത്ത് സാദൃശ്യമുള്ളതിനാലാണ് അത്തരം ഇസ്മുകൾ മബിനി എന്ന് വിധിക്കപ്പെട്ടത്. എങ്ങനെയാണ് ആ സാദൃശ്യം? അത് കശബഹിൽ വദഇ ഫിസ്മൈ ജിതന. ജിതന എന്ന പദത്തിൽ രണ്ട് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾക്കുള്ള വദഇയായ സാദൃശ്യം പോലുള്ള സാദൃശ്യം, വദഇയായ സാദൃശ്യം അതെന്ത് നമ്മൾ ഇവിടെ വിശദീകരിച്ചു. വൽ മഅനവി ഫി മത വഫി ഹുന. ഹുന എന്നതിലും മത എന്നതിലും ഉള്ള ആശയപരമായ സാദൃശ്യം പോലുള്ള സാദൃശ്യം, അത് കാരണത്താലും അത്തരം ഇസ്മുകൾ എന്താണ്? മബനിയാണ്. മത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അസ്മാഉൽ ഇസ്തിഫാമും അസ്മാഉൽ ഷർത്തുമാണ്. ഹുന എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അസ്മാഉൽ ഇഷാറ, ഇവകൾ മുഴുവനും ആണ്, ഹാദാനിയും ഹാത്താനിയും ഒഴികെ. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ മബിനിയായ ഇസ്മുകളുടെ മൂന്ന് വകുപ്പുകൾ ദമീറുകൾ, മൂന്ന് വകുപ്പുകളല്ല, ദമീറുകൾ, അസ്മാഉൽ ഇസ്തിഫാം, അസ്മാഉൽ ഷർത്ത്, പിന്നെ അസ്മാഉൽ ഇഷാറ. ഈ 4 വകുപ്പുകളെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഈ ഒരു വരിയിലൂടെ നമ്മളെ ഉണർത്തിയത്, പഠിപ്പിച്ചത്. കശബഹിൽ വദഇ ഫിസ്മൈ ജിതന വൽ മഅനവി ഫി മതാ വഫി ഹുന. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത മബ്നിയിൻ്റെ ഇനങ്ങൾ ഗ്രന്ഥകാരൻ പറഞ്ഞത് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.